ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് വേറെ ജീവിതമൊക്കെ തെരഞ്ഞെടുക്കായിരുന്നു. എന്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് പോകുമ്പോ ഞാൻ ചെറുപ്പമായിരുന്നു. പക്ഷെ എന്നിട്ടും ചുറ്റിനുള്ളവര് മുഴുവൻ ഉപദേശിച്ചിട്ടും അതൊന്നും കേൾക്കാതെ കാവലിരുന്ന് നിനക്ക് വേണ്ടി മാത്രമായിരുന്നു. ക്ഷീണം പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല അല്ലേ? ഒരു സർജറി നടന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാ മനസ്സിന് കൂടുതൽ ടെൻഷൻ കൊടുക്കാതിരിക്കുക എന്നതാ. അതുപോലെ ഭാരപ്പെട്ട ജോലികളൊന്നും തന്നെ ഒരു കാരണവശാലും ചെയ്യാനും ശ്രമിക്കരുത്. കുറച്ചു നാളത്തേക്ക് ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവുന്നത് നല്ലതാ. ഞങ്ങള് ശ്രദ്ധിച്ചോളാം ഡോക്ടർ. അപ്പൊ തൽക്കാലം ഞാൻ ഡിസ്ചാർജ് ചെയ്യുക. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോണിൽ വിളിച്ചാൽ മതി, മോളോട് പറഞ്ഞിട്ട്. അതല്ല, വന്നു കാണേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതും ആവാം. സിസ്റ്ററെ, ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയണം. എത്രയും പെട്ടെന്ന് ഇവരെ പറഞ്ഞയക്കാനും നോക്കണം. അപ്പൊ ശരി. അങ്ങനെ വലിയൊരു പ്രാരാബ്ദം കഴിഞ്ഞു. ഇനിയിപ്പൊ ഇവിടുന്ന് ഇറങ്ങാലോ. സുനന്ദേ, നീ എല്ലാം എടുത്തു വെക്കാൻ നോക്കി. തിരക്ക് പിടിക്കേണ്ട തങ്കേച്ചി. ഇപ്പൊ തന്നെ പോവാന്ന് ഡോക്ടർ പറഞ്ഞാലും ഡിസ്ചാർജിന്റെ ബില്ലൊക്കെ എഴുതി കിട്ടുമ്പോ ഇന്ന് വൈകുന്നേരവും അല്ലേ ഗോപാലേട്ടാ? അതാകെയോ ആകാതിരിക്കോ ആകട്ടെ, നീ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെക്ക്. അല്ലെങ്കിലേ തങ്കം മുമ്പ് ഇറങ്ങിപ്പോയതുപോലെ ഇറങ്ങിപ്പോവും. ഗോപാല, പോകുമ്പോ ഏതെങ്കിലും ഒരു നല്ല ബേക്കറിയുടെ അടുത്ത് നിർത്തണം കേട്ടോ. അതെന്തിന്? കുറച്ചു നാളത്തിന് ബേക്കറി പലഹാരങ്ങളൊന്നും തങ്കത്തിന് കഴിച്ചുകൂടാ. എനിക്ക് കഴിക്കാനാണെന്ന് ഗോപാലിനോട് ആരാ പറഞ്ഞത്? പലഹാരം ഞാൻ വാങ്ങുന്നതേ കൃഷ്ണയ്ക്കും അവളുടെ ഭർത്താവിനുമാ. എന്തായാലും ഞാൻ ഇറങ്ങിയ കാര്യം അറിയുമ്പോ അവര് രണ്ടാളും എന്നെ കാണാൻ വരുമല്ലോ. വരൂല്ലേ? ആ, വരും തങ്കേച്ചി. അവൾക്ക് എങ്ങനെ വരാണ്ടിരിക്കാൻ പറ്റുക? മോന്റെ കുടുംബക്കാരറിയാതെയാണെങ്കിലും 2-3 ദിവസം എന്റെ കൂടെ വന്ന് നിൽക്കാൻ പറയാം. അവന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒപ്പിച്ചു കൊടുക്കാൻ കൂട്ടിയാ കൂടില്ല. പക്ഷേ എനിക്ക് കണ്ടിരിക്കാലോ എന്റെ മക്കളെ. ഞാനേ ആ റിസപ്ഷനിൽ ബില്ലിന്റെ കാര്യം ചോദിക്കട്ടെ? ഗോപാലേട്ടാ, ഇതിപ്പോ കൃഷ്ണയെ കാണണമെന്ന് തങ്കേച്ചി വാശി പിടിക്കുമെന്നാ തോന്നുന്നേ. ആ സംസാരം അധികം തുടരണ്ടെന്ന് കരുതിയാ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. തങ്കേച്ചിക്ക് ആ വീടറിയാം. ഒരു തോന്നലിന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി അവിടെ എങ്ങാനും ചെന്ന് കേറിയാലുണ്ടല്ലോ. നമുക്കിപ്പോ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും കേട്ടാല് ആ പാവം വീണുപോവും. തൽക്കാലം നമ്മളിത് മനസ്സിൽ ചൂങ്ക തന്നെ. എന്റെ ഈശ്വര, പേടിയാവുന്നു. ഇതെവിടെ ചെന്ന് നിൽക്കും എന്തോ. ഇത് കണ്ടോ? പച്ച പവാടെന്ന് പറഞ്ഞ് മുദ്ര കുത്തിയിട്ട് അവളുടെ പെരുമാറ്റം കണ്ടോ? ഈ കാഴ്ചയൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാ. നവീനിൽ നിന്ന് അവള് എന്തകലാ പാലിക്കുന്നത്? പറ. ഇതിലിപ്പോ ഞാൻ എന്താ പറയേണ്ടത്? ഈ ഉത്തരമായിരിക്കും മമ്മി പറയുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. ഇനി പറ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? മമ്മി മനസ്സിൽ തീരുമാനം എടുത്തതുപോലെ നവീനെ ഞാൻ മറക്കണോ? പറ മമ്മി. മോളെ, അവള് നിനക്ക് പകരം പോയവളാ. പിന്നെ ഒഴിഞ്ഞു മാറുന്നതിന് പരിധികളുണ്ട്. സോ ഇന്നലെ ഏതോ ഒരു വിധത്തില് നവീന്റെ മണിയറയിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറി. ഇനി അവൾക്ക് ഒഴിഞ്ഞു മാറാൻ സാധിച്ചില്ലെങ്കിലോ? അവളിനി നവീന്റെ മുറിയിൽ ഉറങ്ങും.
ഞാൻ ആ വിവരം അറിയുമ്പോഴും സാഹചര്യത്തിന്റെ സമ്മർദ്ദമാണ്, വേഷം കെട്ടി പോകുന്നവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മമ്മി എന്നെ വിശ്വസിപ്പിക്കും. വീണ്ടും വീണ്ടും ആ വിഡിത്തം കേൾക്കണം ഞാൻ, അല്ലേ? മാഡം, ഈ കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ളത് സത്യം. പക്ഷേ കൃഷ്ണയുടെ മുഖത്ത് ഇതൊന്നും ആസ്വദിക്കുന്ന ലക്ഷണങ്ങളില്ലായിരുന്നു. അത് മാഡം കണ്ടതല്ലേ? ഹാ, എനിക്ക് ഇതാണ് മനസ്സിലാവാത്തത്. പെട്ടെന്ന് അവളോട് നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നുന്ന ഈ ആരാധന എന്താ? ഒരു പാമ്പ് വന്ന് അവളുടെ കാൽക്കൽ നിന്ന് തിരിച്ചു പോയി എന്ന് പറഞ്ഞപ്പോ പേടിച്ചു പോയ രണ്ടുപേരും. അതുകൊണ്ടായിരിക്കല്ലോ അവൾക്കെന്തോ ദിവ്യശക്തിയുണ്ട്, അവള് ദേവതയ്ക്ക് തുല്യാണെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും നടക്കുന്നത്. ഗാഥ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട. ഇത് എനിക്ക് ആവശ്യമുള്ള കാര്യമാണ് മമ്മി. ഞാൻ നവീനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നാളെ എന്റെ കൂടെ ജീവിക്കാൻ പോകുന്ന നവീനെ കുറിച്ച്. ഞാൻ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരാളെ ആരുമല്ലാത്ത ഒരുത്തിക്ക് മമ്മി കൈ പിടിച്ചു കൊടുത്താലേ ഞാൻ അതിന് സമ്മതിക്കുന്ന കരുതിയോ? വീട്ടിൽ പോരുത്. നിന്റെ നാവിന് ആക്ഷേപങ്ങൾ കുറെ നാളായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. നിന്നെ സ്നേഹിച്ചതിന് ഞാൻ കണക്ക് വെച്ചിട്ടില്ല. പക്ഷെ അറിയാൻ വേണ്ടിട്ടാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. നിന്നെ സ്നേഹിച്ചതിന് വേണ്ടി മാത്രം സിത്താര ശ്രീനിവാസ് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. എനിക്ക് വേറെ ജീവിതമൊക്കെ തെരഞ്ഞെടുക്കായിരുന്നു. എന്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് പോകുമ്പോ ഞാൻ ചെറുപ്പമായിരുന്നു. പക്ഷെ എന്നിട്ടും ചുറ്റിനുള്ളവര് മുഴുവൻ ഉപദേശിച്ചിട്ടും അതൊന്നും കേൾക്കാതെ കാവലിരുന്നത് നിനക്ക് വേണ്ടി മാത്രമായിരുന്നു. നിന്റെ വളർച്ചയാണ് എന്റെയും വളർച്ചയെന്ന് വിശ്വസിച്ച ഒരാളാണ് സിത്താര ശ്രീനിവാസ്. ആ എന്നെയാണ് നീ ഇപ്പൊ ചോദ്യം ചെയ്തോണ്ടിരിക്കുന്നത്. ഓരോ തവണ എന്നെ കൊത്തി മുറിവേൽപ്പിക്കുമ്പോഴും എന്റെ മനസ്സിന് എത്ര വേദന എടുക്കുന്നത് നിനക്ക് അറിയില്ല മോളെ. മമ്മി കണക്ക് പറഞ്ഞോ, അതിനെനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ പേരിൽ നവീന്റെ കൂടെ അഴിഞ്ഞടി നടക്കാൻ അവളെ ഞാൻ അനുവദിക്കില്ല. ഇന്നവള് നവീന്റെ മുറിയിൽ ഉറങ്ങിയിരിക്കും. അതെനിക്ക് തടഞ്ഞേ പറ്റൂ. ഞാൻ നവീനെ കാണാൻ പോവും. ഉള്ള സത്യങ്ങൾ മുഴുവൻ ഞാൻ വിളിച്ചു പറയും. അവളെ ഞാൻ അവിടുന്ന് അടിച്ചു പുറത്താക്കും. ഇതേ ഗാഥയുടെ തീരുമാനം. ഇതിന്റെ പേരില് മമ്മിക്ക് എന്നോട് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം. എനിക്ക് ഒരു കുഴപ്പമില്ല. എത്ര പറഞ്ഞിട്ടും ഈ പ്രശ്നങ്ങളൊന്നും ഗാഥ മാഡത്തിന് തല കേറുന്നില്ലല്ലോ മാം. അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അവളുടെ ഭയത്തിന് അടിസ്ഥാനമുണ്ട്. അവൾ എന്തെങ്കിലും അരുതാത്തത് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അവളെ തടഞ്ഞേ പറ്റൂ.